ഹായ് ഹായ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കിത് ഈ ദോശമാവിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇത് നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്ന ദോശമാവാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് നേരെ ഒഴിച്ച് ഇഡ്ഡലിയോ ദോശയോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇഡ്ഡലിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ ഈ ഇഡ്ഡലി വെള്ളം വെച്ച സമയത്ത് തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം കൂടി വെച്ചിട്ടോ, എല്ലാം ഒരുമിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എണീക്കണേക്ക് മുമ്പ് എല്ലാ പണിയും തീർക്കണം. ഇന്നിപ്പോൾ മദർ ഇൻ ലോ ഇല്ല വീട്ടിൽ, അപ്പോൾ അതുകൊണ്ട് വേഗം പണി തീർത്തില്ലെങ്കിൽ ഈ എണീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. തലേദിവസം നല്ല ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ ചുമയും ജലദോഷമൊക്കെ ഉള്ള കാരണം എണീറ്റ് വരുമ്പോൾ കരച്ചിലായിരിക്കുമോ എന്നറിയില്ല. അതുകൊണ്ട് വേഗം പണി തീർക്കണം. അതുകൊണ്ട് ഇത് ഇഡ്ഡലി നല്ല സോഫ്റ്റായി, ഇഡ്ഡലി കണ്ടോ, ഞാൻ പറഞ്ഞില്ല നല്ല സോഫ്റ്റാണ്. അങ്ങനെ ഈ ഇഡ്ഡലിയും ചമ്മന്തിയും എല്ലാം റെഡിയായി. അപ്പോൾ നമുക്ക് ചായ വെക്കണം. ചായ വെക്കാനായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്ത് രസമല്ലേ, ചെടികളൊക്കെ നല്ല മഴയാണ്. അപ്പോൾ മഴ കൊണ്ട് നനഞ്ഞ് നല്ല കളറായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു എന്താ പറയുക, കുളിർമയേകുന്ന കാഴ്ച. അത് കഴിഞ്ഞ് നമ്മളിത് പാലെടുക്കാൻ പോവാണ്. അങ്ങനെ ചായ വെക്കണം. ചായയും കൂടി വെച്ച് കഴിഞ്ഞാൽ ചായ പരിപാടി കഴിയും. അപ്പോൾ മഴ ഇങ്ങനെ പെയ്യാതെ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇതുപോലെ തുണിയൊക്കെ ഞാൻ അപ്പത്തിന് വാഷിംഗ് മെഷീനിൽ ഇട്ടു. കുറച്ച് ഉപ്പേരി വെക്കാനുള്ളതൊക്കെ അരിഞ്ഞു. ഓരോ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കിച്ചൺ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇഡ്ഡലി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. കൂട്ടത്തിൽ ഞാൻ തക്കാളി അരിഞ്ഞ് തക്കാളിക്കറി ഉണ്ടാക്കാമെന്ന് ഓർത്തു. അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി തീരും. അങ്ങനെ ഇത് തക്കാളിക്കറി എന്നാവുമ്പോഴേക്കും തക്കാളിക്കറിയായി. അങ്ങനെ തക്കാളിക്കറിയായി കഴിഞ്ഞിരിക്കുന്നു. ആ സമയം കൊണ്ട് ചോറായി, തക്കാളിക്കറിയായി. പിന്നെ നമ്മൾ ഒലത്തുണ്ടാക്കി. അത് കഴിഞ്ഞ് നമുക്ക് അടിച്ചു വാരുന്ന പരിപാടിയാണ്. അപ്പം ഞാൻ നല്ല മഴയാട്ടോ, പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയൊന്നുമില്ല. അതുകൊണ്ട് മിറ്റടിച്ച് വാരെന്ന് പറഞ്ഞില്ല. അപ്പോൾ വേഗം അടിച്ച് വാരി തുടച്ച് പരിപാടി ഇത് പെട്ടെന്ന് ചെയ്തു പോകണം. ഞാൻ പറഞ്ഞില്ല, ഈ എണീക്കണേക്ക് മുമ്പ് ചെയ്യണം. ചിലപ്പോൾ ഈ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഏകദേശം 8:45 നമ്മുടെ അടിച്ചു വാരി തുടക്കലും കഞ്ഞിയും കറിയും ചായയും കടിയൊക്കെ ആയിട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് വാഷിംഗ് മെഷീനിലിട്ട് തുണി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാം ഒന്ന് വിരിച്ചിട്ടു. അത് കഴിഞ്ഞ് അടുക്കളയും നമ്മൾ കഴിക്കുന്ന ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടോ. അപ്പോൾ ഇനിയുള്ള പരിപാടി മേൽഭാഗത്ത് ഇതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടേക്ക് ഒന്ന് അടിച്ചു വാരണം. അടിച്ചു വാരിയിട്ട് അപ്പോൾ ഇവ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ മീൻ വന്നു. അപ്പോഴേക്കും മീൻ പീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുഴവ് കിട്ടിയായിരുന്നു. അപ്പോൾ കുഴവ് വെച്ചിട്ട് ഒത്തിരി മീൻ പീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻ പീര ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മീൻ പീരയായി എണീച്ചുന്നുണ്ട്. എനിക്കിനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എണീറ്റ് താഴത്തേക്ക് ഇറങ്ങി വന്നു. ഇഡ്ഡലി തിന്നാനുള്ള പരിപാടി കേട്ടോ. ഇഡ്ഡലി കണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് മൊത്തം തിന്നുന്നത്, മൊത്തം കഴിക്കാമെന്നല്ല. വാക്ക് വാരി വെക്കുന്ന സമയത്ത് ഞാനും കുറച്ച് കഴിക്കും. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞല്ലോ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അത് ചുമച്ച് ഛർദ്ദിച്ചു. വീണ്ടും അവർ ഡ്രസ്സ് മാറ്റി കൊടുക്കുവാണ്. അപ്പോൾ നല്ല കഫമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാശിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി സുന്ദരിയാക്കി വിടുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ചേച്ചീനെ കണ്ടപ്പോൾ ചേച്ചീനെ കാണാൻ വേണ്ടി ഓടി. അപ്പോൾ മുടിയൊക്കെ ചീകി കൊടുക്കുക കേട്ടോ. അതിനിടയ്ക്ക് ആൾ ഫോണിൽ നോക്കി എന്താണ്ടൊക്കെ കളവളാന്ന് പറയാനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു വ്ളോഗറാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മുടിയൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കി. ഇനി നമുക്ക് വാക്ക് ഭക്ഷണം കൊടുക്കണം. ഇഡ്ഡലി ഇഷ്ടമാണ്, തന്നെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തോളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ സാധാരണയായിട്ട് അടുക്കളയിൽ മദർ ഇൻ ലോയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറ്. നമ്മൾ പുറംപടിയും അടിച്ചു വാരലും തുടക്കലും പരിപാടികളൊക്കെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇന്നില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അടുക്കളയിൽ കയറേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണ വലിയ പരിപാടി കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ഇഡ്ഡലി പയ്യെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇഡ്ഡലി കഴിച്ചു ആൾ. അത് കഴിഞ്ഞ് കിണുക്കുവാണ്. പറഞ്ഞ പോലെ ചുമ്മാ ഒന്ന് കരച്ചിലും പിഴിച്ചിലും ഒന്ന് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് വാഴയില പറിച്ചുകൊണ്ട് വന്ന കാര്യം. അതായത് ഇന്ന് പുതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മേളിൽ പോയിട്ട് മേളടിച്ചൊക്കെ വാരി കഴിഞ്ഞതായിരുന്നു. അപ്പോൾ എണീച്ചേൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിട്ടു. എന്നിട്ട് ഞാനൊരു മുട്ട പൊരിച്ചു, ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ മീൻ പീര വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ നമ്മുടെ ക്യാരറ്റ് തോരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പുതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചോറും മീൻ പീരയും ചമ്മന്തിയും ഒരു അച്ചാറും മീൻ വറുത്തതും ക്യാരറ്റ് ഉപ്പേരിയും പിന്നെ മുട്ട വറുത്തതും ഇന്നലെ വെച്ച നല്ല അയിലക്കറിയുടെ ഇതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തക്കാളി കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ള കറികളൊക്കെ കൂട്ടി നമ്മളിത് പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ വാഴയിലൊക്കെ നന്നായിട്ട് വാട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊതിച്ചോറ് കെട്ടിയപ്പോൾ ശരിയായില്ല. അത് കാരണം ഞാൻ ചേച്ചിനെ വിളിച്ചുകൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ചേച്ചി കേട്ടോ. അപ്പോൾ ആ ചേച്ചി കേട്ടോ ഒന്ന് പൊതിച്ചോറ് കെട്ടുന്നു, നല്ല സെറ്റപ്പായിട്ട് കെട്ടി നല്ല അടിപൊളിയാക്കി തന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണല്ലോ അല്ലേ, പണ്ടത്തെ ഓർമ്മയാണ്. വാഴയിലയിൽ ചോറൊക്കെ പൊതിഞ്ഞ്
പണ്ട് ഇതൊക്കെ നാണക്കേടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പോൾ ഇതൊക്കെ എന്തൊരു കൊതിയാണോ. അത് കഴിഞ്ഞതേ ഇവാനെ കുളിപ്പിച്ച് ഇവാതെ നല്ല ഉറക്കമായിട്ടോ. ഇനി വൈകുന്നേരമായപ്പോൾ ഇവ എണീറ്റു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനും ഫുഡ് കഴിച്ച് ഞാനും കുറച്ച് നേരം കിടക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഇവ എണീറ്റു. വൈകുന്നേരമായപ്പോൾ എണീറ്റു. ഏകദേശം ഒരു 4:30-5 മണിയൊക്കെ ആയി എണീറ്റപ്പോൾ. അപ്പോൾ നമ്മുടെ ചായ കുടി സമയമാണ് കേട്ടോ. ചായ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗ്രീൻ ടീ ആണ് ഞാനും ഇവ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുടിക്കുന്നത്. രാവിലെ അതായിരുന്നു, പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ആ കാര്യം മറന്നുപോയി ഗ്രീൻ ടീ എടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ മടിയായിപ്പോയി. അപ്പോൾ ഞങ്ങളിത് ഗ്രീൻ ടീ കുടിക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ ഇവ ആ സാധനം ഗ്രീൻ ടീയുടെ ഇല കണ്ടിട്ടത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിൽ കേട്ടോ. അപ്പോൾ ഗ്രീൻ ടീ ഉണ്ടാക്കുകയാണ്. ഗ്രീൻ ടീ കുടിക്കാൻ തുടങ്ങി 2-3 ദിവസമായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, അവളും കുടിക്കുന്നുണ്ട്, എനിക്കും കുടിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് ആയി സ്ഥിരം. അപ്പോൾ ഞങ്ങളിത് അവൾക്ക് ഒരു 2-3 ഈന്തപ്പഴമൊക്കെ കൊടുത്തു. ഈന്തപ്പഴം അവൾക്ക് ഇഷ്ടമാണ്, പക്ഷേ 1-2 കൂടുതലൊന്നും അവൾ കഴിക്കില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, സ്നാക്സ് എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ ഈന്തപ്പഴം കൊടുത്തപ്പോൾ അത് കുടിച്ചു കേട്ടോ, അല്ല അത് കഴിച്ചു. അത് കഴിഞ്ഞതേ രാത്രിയായിട്ടോ. രാത്രി ഇതേ ഇപ്പോൾ രാവിലത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ വെട്ടം സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ താരങ്ങളെ കാണാനായിട്ട് ഞാൻ മുകളിലേക്ക് പോയിട്ടോ, നമ്മുടെ ഓഗിയും കുട്ടികളും. അപ്പോൾ ഓഗീനെ ഞാൻ പുറത്ത് ചടിച്ചു. ഓഗീനെ പുറത്ത് ചടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം നിങ്ങൾ കാണുന്നതേ അടുത്ത ആൾ ഇറങ്ങി വരുന്നു. ഞാൻ എങ്ങനെ കൂട് സെറ്റ് ചെയ്ത് വെച്ചാലും ആ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ നിലത്തേക്ക് ചാടിക്കിടക്കും. നിലത്ത് ചാടാൻ പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇത് ബാൽക്കണിയാണ്, പുറത്തേക്കൂടെ ഒരു സ്റ്റെപ്സ് പോകുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും പുറത്തുനിന്ന് നാടൻ പൂച്ചകളോ എന്തെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ പിടിച്ച് കടിക്കുമല്ലോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ ഈ മാതിരി കോഡിങ്ങിന് ഇത്രയും വൃത്തികേടാക്കി വെച്ചേക്കുന്നത്. അവിടെ ഇവിടേക്ക് തുണിയൊക്കെ കുത്തി കയറ്റിയാട്ടോ വെച്ചേക്കുന്നത്. എന്നെ കണ്ടിട്ട് ചീറ്റണുണ്ടോ, എന്നെ പരിചയമായിട്ടില്ല, പരിചയമാവണേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വകീനെ എന്തായാലും കുറച്ച് നേരം ഇറക്കി വിടും, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വീടിൻ്റെ അകത്ത് കയറിയിട്ട് ആൾ കൂട്ടിലേക്ക് തന്നെ വരും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. കുറച്ച് ചില സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നും കുറച്ച് നേരം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തില്ലേ അവർക്ക് ഒട്ടും നമ്മളെ ഒരു മൈൻഡ് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ അടുത്ത് പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാരണം വലിയ കുഴപ്പമൊന്നുമില്ല, വിളിച്ചാലൊക്കെ ഒന്ന് വരുമൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ആളെ ഇറക്കി വിട്ടപ്പോൾ തന്നെ പുല്ലൊക്കെ തിന്നാനാണ് കേട്ടോ പോണത്. കുഞ്ഞി പുല്ലുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ തിന്നാൻ വേണ്ടി പോകാട്ടോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കളിയാട്ടോ, നല്ല രസമാണ്. കുറേ നേരം നമുക്കിങ്ങനെയൊക്കെ നോക്കിയിരുന്ന് രസിക്കാനൊക്കെ രസമാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ലവ് ബേർഡ്സ് അവിടെ ഇരിപ്പുണ്ട്. ലവ് ബേർഡ്സ് ഈ പറഞ്ഞ പോലെ തന്നെയാണ്, എന്നാണോ കാന്ന് പറഞ്ഞ് ഈ സമയം കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ ഞാൻ കീറിയിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചയുടെ വേസ്റ്റ് ഇടുന്ന സാൻഡ് തീർന്നു പോയിട്ടോ. അപ്പോൾ അതിന് പകരം ഞാൻ ചെയ്യുന്നൊരു പണിയാട്ടോ. നിങ്ങളാരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇത് എൻ്റേതായൊരു കണ്ടുപിടുത്തം. ന്യൂസ് പേപ്പർ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ചീന്തി ഇങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ അവർക്ക് തൽക്കാലത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ലവ് ബേർഡ്സിന് ഫുഡ് കൊടുക്കണം. അവരുടെ ഫുഡ് കാണുമ്പോൾ നമ്മൾ ഓർക്കും അതിനകത്ത് എന്നാണോ ഉണ്ടെന്ന് ഓർക്കും, പക്ഷേ അതിനകത്ത് ഇല്ല കേട്ടോ. അവർ അതിൻ്റെ ഉള്ളിലെ വിത്ത് നിന്നിട്ട് അതിൻ്റെ തൊലി പുറത്തേക്ക് ഇങ്ങനെ കളഞ്ഞേക്കണേ. പിന്നെ നമ്മൾ ലവ് ബേർഡ്സിനെ പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റി വയ്ക്കും കേട്ടോ, പൂച്ചയുടെ ശല്യമൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മളിത് ഈ ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് കുടഞ്ഞു വിരിച്ച് രാവിലെയും വൈകുന്നേരം നമ്മൾ ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞു വിരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യാൻ പോകാം കേട്ടോ. ഞാൻ ഈവാനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഈവാനെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഈവാക്ക് പെട്ടെന്ന് ഉറക്കം വരും, അപ്പോൾ കരച്ചിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ ഫേസ് കഴുകി എൻ്റെ എല്ലാ സ്കിൻ കെയറും എല്ലാം കഴിഞ്ഞിട്ടാട്ടോ ഈവാനെ കുളിപ്പിച്ച് ഉറക്കാൻ നിൽക്കുള്ളൂ, എന്നാലാണ് എനിക്ക് സമയം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ടൊന്ന് മുഖം കഴുകുക കേട്ടോ. അപ്പോൾ മുഖമൊക്കെ കഴുകിയിട്ട് ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് ഡെംഡോക്കിൻ്റെ ഒരു ഫേസ് സിറം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നല്ലതാണെന്ന് തോന്നുന്നു. നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാനതിങ്ങനെ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഞാനും ഹസ്ബൻഡ് അതും ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മുടിയെല്ലാം കെട്ടി എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ താഴത്തേക്ക് ഇറങ്ങിപ്പോണേ, വെള്ളം എടുക്കാൻ വേണ്ടി പോകണേ. കൂട്ടത്തിൽ ഒന്ന് അടിച്ചു വാരി കളയും. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിടും, എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ എന്നാ പറയണേ, അകൊക്കെ നന്നായിട്ട് വൃത്തിയായി കിടക്കുമ്പോൾ ഒരു സുഖമാണ്. പിന്നെ ഞാൻ അടുക്കളയിൽ ഇത്തിരി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കഴുകി വെച്ച് ഞാൻ ഒതുക്കി വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ പാലും കുപ്പി വയ്ക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈവായാണ് പാലും കുപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നത്. സാധാരണ മദർ ഇൻ ലോയാണ് ഇതൊക്കെ വെക്കുന്നത്, നമ്മൾ വെക്കാറില്ല. പക്ഷേ ഇന്ന് ഇല്ലാത്തവരാണ് കേട്ടോ നമ്മളെടുത്ത് വെക്കുന്നത്. പിന്നെ കുളിക്കാനുള്ള പരിപാടി ചെറിയ ചൂടുവെള്ളത്തിൽ ഞാനൊന്ന് മേലെ ഏൽപ്പിക്കും കേട്ടോ. മേലെ ഏൽപ്പിച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് മോയ്സ്ചറൈസേഷൻ ക്രീം എല്ലാ പ്രാവശ്യം യൂസ് ചെയ്യുന്നത് തന്നെ, അത് യൂസ് ചെയ്ത് മേലൊക്കെ ഒന്ന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്തിട്ട് സ്നഗ്ഗിയൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഈവാക്കപ്പോഴേക്കും ഉറക്കം വന്നു തുടങ്ങി. ഈവ ടാറ്റയൊക്കെ തരുന്നുണ്ടെങ്കിൽ പോലും ഇവക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്.
അപ്പോൾ ഈവാക്ക് ഉറങ്ങാൻ സമയമായിട്ടോ. അപ്പോൾ ഈവ ഭയങ്കര ബഹളമാണ്. അപ്പം ഞാൻ എൻ്റെ എല്ലാം കഴിഞ്ഞ കാരണം ഞാനും ഫ്രീ ആയി. ഈവ നന്നായിട്ട് ഉറങ്ങിയിട്ടോ. ഇനി ഈവ ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഉറങ്ങുമൊന്നുമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങുള്ളൂ. അപ്പോൾ ഇന്ന് ആദം വരാൻ വൈകണ കാരണം ഞാൻ ഇനിയിപ്പോൾ ആദം വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.